നല്ലൊരു മൊയ്ലിയര് വളരെ ബഹുമാനത്തോടെ അകത്തു ചെന്നിട്ട് സലാം പറഞ്ഞു. അയാൾ അടുത്തു പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ മൊയ്ലിയാരൊന്നല്ലട്ടോ, ഞാനൊരു റിട്ടയേർഡ് SI CI പദവിയിൽ ഞാൻ വരുന്നത് ഇഷ്ടപ്പെടാത്ത ചിലര് എനിക്ക് പണി തന്നതാണ്. ചാത്തൻ സേവയാണ്, അസുഖമാണ്, ചൊറിഞ്ഞ് ഞാൻ വശം കെട്ടതാണ്. മക്കൾ എന്നെ വെറുക്കുമോ എന്ന് ഞാൻ പേടിച്ചു, ഭാര്യ ഇട്ടേച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നു. ചികിത്സിച്ച് ഞാൻ മുടിഞ്ഞു. ഞാൻ കോഴിക്കോട്ട് ചെന്ന് CM വലിയുള്ളാന്റെ മുറിയിൽ മുട്ടി വിളിച്ചല്ലോ, ആ വാതിൽ തുറക്കപ്പെട്ടല്ലോ. ഞാൻ അകത്തേക്കു കയറിയിട്ട് പറഞ്ഞില്ല. അതിനു മുമ്പേ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സിഹ്റാണ്. ഞാൻ അതെല്ലാം ഭേദപ്പെടുത്തിയിരിക്കുന്നു. മാന്നാറിൽ നിന്ന് വന്ന് കാപ്പാട് താമസിച്ചൊരു സഹോദരൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു വർത്തമാനം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു നല്ലൊരു മൊയ്ലിയര് വളരെ ബഹുമാനത്തോടെ അകത്തു ചെന്നിട്ട് സലാം പറഞ്ഞു. അയാൾ അടുത്തു പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ മൊയ്ലിയാരൊന്നല്ലട്ടോ, നിങ്ങൾ എന്നെ കൈപിടിച്ചു. ഞാനൊരു സയ്യിദോ മറ്റോ ആണെന്ന് കരുതി. സാരമില്ല, ഞാൻ സയ്യിദല്ല, ഞാനൊരു ആലിമല്ല, ഞാനൊരു റിട്ടയേർഡ് SI. പിന്നെ എൻ്റെ കോലം നിങ്ങൾ അങ്ങനെ നോക്കണ്ട. മുസ്ലിമായ ഞാൻ, സർവീസിൽ വളരെ പെട്ടെന്ന് മുകളിലെത്തിയ ഞാൻ, എനിക്ക് CI ആയി സ്ഥാനക്കയറ്റം കിട്ടിയപ്പോൾ ആരോ ചാത്തൻ സേവ ഒപ്പിച്ചു, സിഹ്ർ ചെയ്തു, അസുഖം കൊണ്ട് സ്വത്തുക്കളൊക്കെ തീർന്നു. വൈദ്യശാസ്ത്രത്തിന്റെ അവസാനത്തെ പരീക്ഷണം തൽസമാത്തിന്റെ വഴികളിൽ ദ്വീപിൽ നിന്നൊരാളെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പാർപ്പിച്ചു. 3 മാസത്തെ ചികിത്സ, വമ്പൻ ചെലവുകൾ, പൈസയും തീർന്നു. ദ്വീപുകാരൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ പോയിട്ട് അടുത്ത ആഴ്ച വരാം. സുബ്ഹാനല്ലാഹ്, പിന്നെ ആള് വന്നില്ല, വരൂല്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? ആരോ പറഞ്ഞു, ഞാനങ്ങ് കേട്ടറിഞ്ഞു ചെന്നു. കോഴിക്കോട്ട് CM വലിയുള്ള മൂപ്പന്റെ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോർ. വാതിൽ തുറന്ന് ഞാൻ അങ്ങോട്ട് കയറി. CM വലിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് അലർജിയില്ല, പോലീസുകാരോട് ബഹുമാനപ്പെട്ടവർക്ക് പകയോ അങ്ങനെ ഒന്നുമില്ല. കോഴിക്കോട്ടെ SP ആയിരുന്നൊരു ഹാജിയാർക്ക് CM വലിയുള്ള 10,000 കൊടുത്തൊരനുഭവം. സുബ്ഹാനല്ലാഹ്, 40 കൊല്ലം മുമ്പാണ്. ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഏത് രംഗങ്ങളിലാണെങ്കിലും അവർ ദീനിനോട് കമ്പമുള്ളവരോ ഔലിയായിനോട് സ്നേഹമുള്ളവരോ CM വലിയുള്ളാക്ക് അവരെ ഇഷ്ടമാണ്. പരിഹസിക്കുന്നവരോ അവരോട് വല്ലാത്ത അലർജിയാണ്. ഞാൻ പറയട്ടെ, ഈ അനുഭവക്കാരൻ പറയുന്നു. തലശ്ശേരിയിൽ കണ്ട വ്യക്തി, അദ്ദേഹം പറഞ്ഞു, CI പദവിയിൽ ഞാൻ വരുന്നത് ഇഷ്ടപ്പെടാത്ത ചിലര് എനിക്ക് പണി തന്നതാണ്. ചാത്തൻ സേവയാണ്, അസുഖമാണ്, ചൊറിഞ്ഞ് ഞാൻ വശം കെട്ടതാണ്. മക്കൾ എന്നെ വെറുക്കുമോ എന്ന് ഞാൻ പേടിച്ചു, ഭാര്യ ഇട്ടേച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നു. ചികിത്സിച്ച് ഞാൻ മുടിഞ്ഞു. 3 മാസം ദ്വീപിൽ നിന്നൊരാൾ വന്ന് ചികിത്സിച്ച് നാട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞയാള് വരൂലെന്ന് എനിക്ക് ഉറപ്പാണ്, അയാൾക്ക് ഉറപ്പാണ്. അയാളും കടലിൽ മുങ്ങിയോ പിന്നെ കണ്ടില്ല. ഞാൻ കോഴിക്കോട്ട് ചെന്ന് CM വലിയുള്ളാന്റെ മുറിയിൽ മുട്ടി വിളിച്ചല്ലോ, ആ വാതിൽ തുറക്കപ്പെട്ടല്ലോ. ഞാൻ അകത്തേക്കു കയറിയിട്ട് പറഞ്ഞില്ല. അതിനു മുമ്പേ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സിഹ്റാണ്. ഞാൻ അതെല്ലാം ഭേദപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് പോകാം. അൽഹംദുലില്ലാഹ്. അന്ന് മുതൽ എൻ്റെ ചൊറി മാറിത്തുടങ്ങി. 1 മാസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആയി. ചൊറിയുടെ അടയാളം പോലുമില്ല. കാലാകാലങ്ങളിൽ അള്ളാഹു എനിക്ക് തന്ന ആ ആകാര സൗഷ്ഠവം ഹബീബെ, അതിപ്പോഴും എൻ്റെ അടുത്തുണ്ട്. പക്ഷേ സർവീസിലേക്ക് ഞാൻ തിരിച്ചു പോയില്ല. ഞാൻ എൻ്റെ യൂണിഫോം മാറ്റി. എൻ്റെ യൂണിഫോം ഇപ്പോൾ ഇതാണ്. ഞാൻ ഔലിയാക്കളുടെ മഖ്ബറകളിലാണ്, ഞാൻ മഹാന്മാരുടെ മജ്‌ലിസിലാണ്. എനിക്ക് ജീവിക്കാൻ എൻ്റെ പഴയകാല സമ്പാദ്യം കുറച്ചൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ പൊരുത്തപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എത്രയുണ്ട് നമുക്ക് ഇത്തരം വലിയ മഹാത്മാക്കളെ കഥ പറയാൻ.
ഞാൻ അവസാനിപ്പിക്കുന്നു. മജാദീബ്, മജ്ദൂബ് എന്ന് പറയുന്ന ഒരു വാതിൽ ഔലിയാക്കന്മാരെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് ഷാറാനി ഇമാം പറയുന്നു, വലിയ ഇമാമിങ്ങൾ പറയുന്നു. കൈറോവിലെ ജാമിഉൽ അസ്ഹർ, അസ്ഹറിലെ ജാമിഉൽ ഹുസൈൻ, ഇമാം ഹുസൈൻ തങ്ങളെ മഖ്ബറയുണ്ടെന്ന് കരുതപ്പെടുന്ന പള്ളി, ആ പള്ളിയുടെ മിമ്പറിൽ ഉടുക്കാതൊരു മനുഷ്യൻ കയറുകയാണ്. പലതവണ അയാളെ തടഞ്ഞു നോക്കി, അപ്പോ കൊണ്ടോ യുവാവും. പിന്നെയും ജനങ്ങള് അയാള് വന്ന് മിമ്പറിൽ കയറി. അവിടെയും ഇവിടെയും തൊട്ടാ ഞമ്മളൊന്ന് മുറിയാന്നല്ലാതെ ഈ മനുഷ്യനെ, ആ വ്യക്തിയെ പിന്നെ ആരും ശ്രദ്ധിക്കാതെയായി. അയാൾ കേറുന്നുണ്ടോ കേറട്ടെ, അയാൾ അവിടെ ഇരിക്കുന്നുണ്ടോ ഇരിക്കട്ടെ. ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലാൻ പറ്റുമോ? ജാമിഉൽ അസ്ഹറിന്റെ ആ മിമ്പറിൽ ചിലപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യനെ പിന്നെ തടയണ്ടെന്ന് സാധാരണക്കാര് തീരുമാനിച്ച സന്ദർഭങ്ങളുണ്ടായി. അതെന്തുകൊണ്ട്? ചിലപ്പോൾ അയാൾ മിമ്പർമ കയറിയിട്ട് നല്ല വാക്കുകൾ പറയും. നാളെ മഴയുട്ടോ, അതുകൊണ്ട് ഇന്ന് പൊര കെട്ടി മേയാനുള്ള ഒരു പൊര പൊളിക്കണ്ട അയാൾ പറയും. മറ്റന്നാൾ ഇതിലെങ്ങനെ ഒരു വണ്ടി പോകും, അതുകൊണ്ട് ബഗ്ദാദിലേക്കോ ബസറയിലേക്കോ പോകാനുള്ള ആളുകൾ ഒരുങ്ങി നിന്നോളിന്ന് അയാൾ പറയും. ജനങ്ങൾക്ക് ആവശ്യതല്ലേ, അവര് റെഡിയായിട്ട് നിൽക്കും. അപ്പറഞ്ഞ പോലെ സംഭവിക്കും. ഇത്തരം ഒരു മനുഷ്യൻ നാട്ടിലുള്ളത് ഗുണമല്ലേ? അതുകൊണ്ട് നമ്മൾ അയാളെ തടയാൻ പോകണ്ടെന്ന് നാട്ടുകാര് ആലോചിച്ചു. ഇയാളെ കൊണ്ട് തുണി ഉടുപ്പിക്കാൻ നോക്കിയോലോ, ഓല് കുടുങ്ങി. അഥവാ അതിന് കഴിയാതെയായി. ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ ഉഖലാഉൽ മജാനീൻ